ലാലേട്ടൻ വലിയൊരു മനുഷ്യനാണ്. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു സിനിമ, പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂപ്പര് വന്നു. ഓഡിയോ ലോഞ്ചിനും അതിൻ്റെ ടീസർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മൂപ്പര് വന്നു. മറ്റുള്ള നടന്മാരാജനെ അങ്ങനെ വരില്ല. അതുപോലെ തന്നെ ഒരു സംഭവം പറയാം. നമ്മുടെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞുള്ള സിനിമ എടുക്കാനായിട്ട് തീരുമാനിച്ചു. ആ സിനിമയിൽ ഇത്തിക്കര പക്കി എന്ന് പറഞ്ഞിട്ട് വലിയൊരു കഥാപാത്രമുണ്ട്. പക്ഷെ അത് കുറച്ചുള്ളൂ. ആ ഇത്തിക്കര പക്കിയായിട്ട് നല്ല ഒരു ആർട്ടിസ്റ്റിനെ അഭിനയിപ്പിക്കണമെന്നാണ് സംവിധായകൻ്റെ ആഗ്രഹം. അപ്പോൾ സംവിധായകനാച്ചനെ പല ആൾക്കാരും ട്രൈ ചെയ്തു. പക്ഷെ എല്ലാവരും പറഞ്ഞതെന്നാണ്, അത് ആ നവീൻ പോളിയുടെ പടമല്ലേ, അതിൽ അവൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തിക്കര പക്കിയല്ല, ഇപ്പോൾ കടത്തനാടൻ അതായാലും നമുക്ക് ആവശ്യമില്ല. അവൻ്റെ കൂടെ പഠിച്ച് അവൻ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകും, നമ്മൾ ഓമനായിട്ട് നിൽക്കേണ്ടവരും എന്ന് പറഞ്ഞ് വലിയ വലിയ നടന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അതാണ്. അവസാനം ഹിന്ദിയിൽ നിന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു ഇത്തിക്കര പക്കീനെ. പിന്നെ ഹിന്ദിയിലും പോയിട്ട് പല ആൾക്കാരും ട്രൈ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡയറക്ടർക്ക് ഒരു തോന്നൽ, നമുക്ക് ലാലേട്ടനോടൊന്ന് പറഞ്ഞാലോ. ആദ്യം ലാലേട്ടനോട് പറയുന്നതിന് മുമ്പ് തന്നെ അത് ആൻ്റണിയോട് പറഞ്ഞു. ആൻ്റണി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങളെന്തായാലും ലാലേട്ടനെ സംസാരിക്കുക, എനിക്കിപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ സംവിധായകൻ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാൻ വന്നാൽ അഭിനയിക്കാമല്ലോ, അതൊരു വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഫിക്സ് ചെയ്തു. ശരി, കഥയൊക്കെ കേട്ടു കഴിഞ്ഞ് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നവീൻ പോളി വരെ ഞെട്ടി എന്നുള്ളതാണ്. ഇത്രയും ആൾക്കാർ ആ കഥാപാത്രം വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ ലാലേട്ടൻ ആ ഒരു ഗസ്റ്റ് റോൾ എടുക്കാനായിട്ട് മുന്നോട്ട് വന്നു. അത് നവീൻ പോളിയാണോ നായകൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലാണോ നായകൻ, പുതുമുഖമാണോ നായകൻ, ഒന്നും ലാലേട്ടൻ നോക്കിയില്ല. ലാലേട്ടൻ ആ ചെറിയ കഥാപാത്രം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ നവീൻ പോളി അതിനേക്കാൾ നല്ല മനസ്സാണ്. നവീൻ പോളി ചിലപ്പോൾ ഇത്രയും വലിയൊരു നടൻ വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ഭയം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ നായകനായി അഭിനയിക്കുന്ന പടത്തിൽ തന്നെ ലാലേട്ടൻ വന്ന് കയ്യടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറും ഇസ്പയുടെ ഏഴാങ്കൂലി ആവോ ഡമ്മി ആവോ എന്നുള്ളൊരു പേടി നായക നടകനുണ്ടാവും. പക്ഷേ നവീൻ പോളിക്ക് അതുണ്ടായില്ല. നവീൻ പോളി പറഞ്ഞു, ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് എന്തായാലും അത് കലക്കും, ഇത്തിക്കര പക്കി പൊളിക്കും, അതിന് നമുക്ക് എന്താ ഹെൽപ്പ് എന്ന് വെച്ചാൽ കുറച്ച് സീൻസുകൾ കൂട്ടിയായാലും നമുക്ക് ലാലേട്ടൻ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംവിധായകൻ പറഞ്ഞു, കൂട്ടും വേണ്ട കുറയ്ക്കും വേണ്ട, നമ്മൾ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം മതി. പിന്നെ ഒരു ചന്തയിലൊരു ഫൈറ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് നന്നായി എടുക്കാം എന്ന് പറഞ്ഞു. അല്ല എന്നാലും അതല്ല, ലാലേട്ടൻ വരണതല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. എനിക്ക് ലാലേട്ടൻ പറഞ്ഞ വലിയ ആഗ്രഹമാണ്. പക്ഷേ അത് നവീൻ പോളി ഒരു വലിയൊരു മനസ്സാണ്. ഇന്നത്തെ കാലത്ത് ആ നടന്മാരാരും അങ്ങനെ ചെയ്യില്ല, പറയില്ല. ലാലേട്ടൻ വരുന്നു പറയുമ്പോൾ തന്നെ അവർ പറയാം, ഇനിയിപ്പോൾ പേര് മുഴുവൻ ലാലേട്ടൻ്റെ പേരിലാണോ ഈ സിനിമ വിജയിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇത് തള്ളിക പറയലോ എന്ന് വിചാരിച്ചുള്ള ഭയം ഉണ്ടായിരിക്കും. പക്ഷേ നവീൻ പോളിക്ക് ആ ഭയം ഉണ്ടായിരുന്നില്ല, ലാലേട്ടനും ആ ഭയം ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു കഥാപാത്രത്തിനെ ഇഷ്ടപ്പെട്ട